നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛമ്മേ, 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 വല്യച്ഛൻ എവിടെ? അച്ഛമ്മേ, വല്യച്ഛൻ എവിടെയെന്ന്? അങ്കിൾ, വല്യച്ഛൻ എവിടെ? അങ്കിളല്ലേ പറഞ്ഞ വല്യച്ഛനെയും കൊണ്ടേ വരുവോളെന്ന്? വല്യച്ഛൻ വരും മോളെ. പറ്റില്ല, ഇപ്പൊ കാണണം എനിക്ക് വല്യച്ഛനെ. എനിക്ക് വല്യച്ഛനെ കാണണം. മോളിഞ്ഞ് വന്നേ, വാ. വീട്, എനിക്ക് വല്യച്ഛനെ കാണണം. എടി, നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? വീട് വേണ്ട, എനിക്ക് ഇപ്പൊ വല്യച്ഛനെ കാണണം. മോളെ, വീട് പറഞ്ഞ കേക്കില്ലേ പാപ്പി, നീ ഇനി വന്നേ. മോളെ ശ്യാമേ, അവളെ എനിക്ക് വല്യച്ഛനെ എല്ലാരും കൂടി കൊഞ്ചിച്ച് ഒന്ന് പറഞ്ഞ കേക്കാതായിട്ടുണ്ട് പെണ്ണ്. എന്നെ വീട്, എന്നെ വീട്, എന്നെ വീട്. അവരെന്താ പറയുന്നേ? അച്ഛാ, വിഷ്ണുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് പോലുമില്ല. അതെങ്ങനെ ശരിയാവുന്നേ? അങ്ങനെ ഒരാളെ അങ്ങനെ ചുമ്മാ പിടിച്ചു വെക്കാൻ പറ്റുമോ? 24 മണിക്കൂർ കരുതൽ തടങ്കലിൽ വെക്കാം. അങ്ങനൊരു നിയമമുണ്ട്. അതിനിടെ എന്തൊക്കെ കേസുകളാണ് അവർ വിഷ്ണുവിനെതിരെ കെട്ടിവെക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ ജാമ്യം സംഘടിപ്പിക്കാനാണെങ്കിൽ 2 ദിവസം കോടതി അവധിയും. ആ SP-ക്ക് വ്യക്തിവൈരാഗ്യമുള്ളതുകൊണ്ട് എന്ത് കള്ളക്കേസും അയാൾ കെട്ടിച്ചമയ്ക്കും. അതിപ്പോ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് കോടതിയിൽ നേരിടാനേ നമ്മളെ കൊണ്ട് പറ്റൂ. അപ്പോ 2 ദിവസം വിഷ്ണുവിനെ ലോക്കപ്പിലിടും അയാളല്ലേ? നിലവില് അത് തന്നെ അച്ഛാ ഉദ്ദേശം. അല്ലെങ്കിൽ ഇതുപോലെ റെയ്ഡിന് ACP വരേണ്ട ആവശ്യമുണ്ടോ? പക തീർക്കാൻ വേണ്ടി കരുതി കൂട്ടി തന്നെയാ. നിയമം വിട്ടുള്ള കളിയാണെങ്കിൽ ഞാൻ ഇറങ്ങാൻ ഭാമേ. വേണ്ട രാഘവേട്ട, സമയം ശരിയല്ല. രാഘവേട്ടനെ കൂടി അയാള് കള്ളക്കേസിൽ കുടുക്കി അകത്തിട്ട എന്റെ 2 കൈയും തളർന്നത് പോലെയാവും. നമുക്ക് നിയമത്തിന്റെ വഴി മാത്രം നോക്കിയാൽ മതി. വിഷ്ണുവിന്റെ കാര്യം മാത്രമല്ല സത്യമേ, നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.